ദ്വാപരയുഗത്തിന്റെ അവസാന കാലത്തായിരുന്നു യുധിഷ്ഠിരന്റെ രാജഭരണം എന്ന് വരികിലും കൃതയുഗത്തിലെന്ന പോലെ ജനങ്ങൾ ധർമ്മത്തിലും അഭിരുചിയിലും അധർമ്മത്തിൽ വെറുപ്പുള്ളവരുമായി തീർന്നു. കാലാകാലങ്ങളിൽ വൃഷ്ടിയുണ്ടാവുകയും ധാന്യങ്ങൾ സമൃദ്ധിയായി വിളയുകയും ചെയ്തു. എല്ലാ തരത്തിലും ശ്രേഷ്ഠമായ ഭരണമാണ് ധർമ്മപുത്രൻ അനുജന്മാരുടെ സഹായത്തോടെ നടത്തിയത്. യുധിഷ്ഠിരൻ അശ്വമേധയാഗം നടത്തുന്നതിനുള്ള തീരുമാനമെടുത്തു. അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ധനമാണല്ലോ മുഖ്യമായി സംഭരിക്കേണ്ടിയിരുന്നത്. അതിനായി പാണ്ഡവന്മാർ ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടു. മുഞ്ചപർവ്വതത്തിൽ കിടക്കുന്ന നിധി എടുക്കുകയായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. ഹിമാലയത്തിലെത്തിയ പാണ്ഡവന്മാർ രുദ്രനെയും വൈശ്രവണനെയും യജിച്ച് തൃപ്തിപ്പെടുത്തി അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങുകയും ചെയ്തു. ശാസ്ത്രനിർദ്ദിഷ്ടങ്ങളായ ലക്ഷണങ്ങളെ മുൻനിർത്തി പല സ്ഥലങ്ങളിലും കുഴിച്ചു നോക്കി. അവിടെ നിന്നെല്ലാം ധാരാളം നിധികുംഭങ്ങൾ ലഭിച്ചു. ഭരത രാജാവ് മധ്യപർവ്വതത്തിൽ ഉപേക്ഷിച്ചു പോയ സ്വർണ്ണ നിക്ഷേപങ്ങളും പാണ്ഡവർക്ക് ലഭിക്കുകയുണ്ടായി. പാണ്ഡവന്മാർ അശ്വമേധയാഗം നടത്തുവാൻ തീരുമാനിച്ച് ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ പരിജനങ്ങളോടും കൂടി ഹസ്തിനാപുരിയിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം രാജധാനിയിലെത്തിയപ്പോൾ പാണ്ഡവർ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അവരെല്ലാം സ്വർണം തേടി ഹിമാലയത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. ധൃതരാഷ്ട്രരും കുന്തിദേവിയും മറ്റും ചേർന്ന് ഭഗവാനെ സ്വീകരിച്ച് ഉചിതമായ വിധത്തിൽ പൂജിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു. പാണ്ഡവരുടെ വരവിനെ പ്രതീക്ഷിച്ചിരുന്ന വാസുദേവൻ അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു. ആ അവസരത്തിലാണ് അഭിമന്യുവിന്റെ പത്നിയും വിരാടപുത്രിയും ഗർഭിണിയുമായ ഉത്തരയ്ക്ക് പ്രസവവേദന ആരംഭിച്ചത്. പാണ്ഡവന്മാരും അരമനയിലില്ലെങ്കിലും സർവശക്തനായ കേശവൻ സ്ഥലത്തുണ്ടല്ലോ എന്ന വസ്തുത കുന്തിദേവിക്കും സുഭദ്രയ്ക്കും മറ്റും ധൈര്യം നൽകി. പ്രസവത്തിനു വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ചെയ്യപ്പെട്ടു. ഉത്തര അങ്ങനെ പ്രസവിച്ചു. ഓമനത്വം തുളുമ്പുന്ന ഒരു കുമാരൻ. എന്നാൽ പെറ്റുവീഴുന്ന ശിശുക്കൾ സാധാരണ കരയുന്നത് പോലെ ആ കുഞ്ഞ് കരഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ അതൊരു ചാപിള്ളയായിരുന്നു. ഈ ചില്ലങ്ങളിൽ നിന്ന് രാജസ്ത്രീകളുടെ നിലവിളികൾ ഉയർന്നു. കുന്തിയും സുഭദ്രയും കൂടി പരിഭ്രാന്തരായി അലമുറയിട്ടുകൊണ്ട് കൃഷ്ണന്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു. പാണ്ഡവകുലം നിലനിർത്തുവാൻ മറ്റ് സന്തതികളൊന്നുമില്ലാതിരുന്നതുകൊണ്ട് അഭിമന്യുവിന്റെ പിതാമഹിയായ കുന്തിയും മാതാവായ സുഭദ്രയും മരിച്ചു പിറന്ന ഈ ശിശുവിനെ ജീവിപ്പിക്കണമെന്ന് ശ്രീകൃഷ്ണനോട് അഭ്യർത്ഥിച്ചു. കുന്തി ദേവി പറഞ്ഞു, വാസുദേവ, നീ ഒരുത്തൻ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം. അശ്വത്ഥാമാവിന്റെ ബ്രഹ്മശിരസ് എന്ന അസ്ത്രം തടഞ്ഞപ്പോൾ നീ സത്യം ചെയ്തില്ലേ? ഗർഭസ്ഥനായ ശിശുവിനെ നശിപ്പിച്ചാൽ ഞാൻ അവനെ ജീവിപ്പിക്കുമെന്ന്. നീ ഈ സത്യം ഓർക്കുന്നില്ലേ? ഈ കാണുന്ന സകലരുടെയും പ്രാണങ്ങൾ നിലനിൽക്കുന്നത് കുലസന്താനമായ ഈ പൈതലിലാണ്. ഞങ്ങളെല്ലാം നിന്നോട് താണു വീണ് അപേക്ഷിക്കുന്നു. അല്ലയോ മധുസൂദന, ഈ കുലത്തിന്റെ നിലനിൽപ്പിനായി ഈ കുഞ്ഞിന് ജീവൻ നൽകുക. സുഭദ്ര ദുഃഖാർത്തയായി കൃഷ്ണനോട് പറഞ്ഞു, ജ്യേഷ്ഠ, ഞാൻ നിന്നെ മുന്നിൽ സ്മരിക്കുന്നു. നീ പ്രസാദിക്കണേ. നീ എന്ന് ദ്രൗണിയോട് പറഞ്ഞില്ലേ കിരീടിയുടെ പൗത്രനെ ഞാൻ ജീവിപ്പിക്കുമെന്ന്? നീ ഏറ്റുപറഞ്ഞതിനു ശേഷം അപ്രകാരം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നിന്റെ സഹോദരി ജീവൻ ഒടുക്കും. അഭിമന്യുവിന്റെ പുത്രൻ ജീവിക്കാതിരിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഭഗവാൻ വിചാരിച്ചാൽ മൃതിയടഞ്ഞ 3 ലോകത്തേക്കും ജീവിപ്പിക്കാൻ കഴിയില്ലേ? പിന്നെയാണോ ഈ കുഞ്ഞിനെ ജീവിപ്പിക്കുവാൻ പ്രയാസം? അല്ലയോ മഹാഭുജ, നീ ഞങ്ങളോട് അനുകമ്പ കാണിക്കൂ. കുന്തിയുടെയും സുഭദ്രയുടെയും വിലാപം കൃഷ്ണന്റെ ഹൃദയത്തിൽ തട്ടി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. അത് ഉറക്കെ പറയുകയും ചെയ്തു, അങ്ങനെയാകാം. അത് കേട്ടവരുടെ എല്ലാം ഹൃദയം കുളിർത്തു. അവർ സമാധാനത്തോടെ ദീർഘനിശ്വാസം വിട്ടു. ശ്രീകൃഷ്ണൻ സുധീഗൃഹത്തിലേക്ക് പോകുവാൻ ഒരുമ്പെട്ടു. ഇതെല്ലാം കണ്ട് കേട്ടും കൊണ്ട് നിന്നിരുന്ന പാഞ്ചാലി ഈറ്റില്ലത്തിലേക്ക് ഓടി. അവൾ ഉത്തരയോട് പറഞ്ഞു, ഇതാ വരുന്നു അഭിമന്യുവിന്റെ അമ്മാവൻ. അദ്ദേഹം അപരാജിതനാണ്. നീ കരയാതെ സമാധാനമായിരിക്കും. കരഞ്ഞു കരഞ്ഞ് അവളുടെ കണ്ണുകൾ ചെമ്പരത്തി ഇതളുപോലെ ചുമന്നിരുന്നു. പാഞ്ചാലിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾ കണ്ണുനീർ തുടച്ചു. വസ്ത്രങ്ങളെല്ലാം ശരിയാക്കിയിട്ടു. പണിവിട്ട് ആത്മാവിനെ നിയന്ത്രിച്ചു. കൃഷ്ണൻ ഈറ്റില്ലത്തിൽ പ്രവേശിച്ചു. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ ഉത്തര പുണ്ഡിരാക്ഷകാശനോട് പറഞ്ഞു, ഗോവിന്ദ, ശത്രുനാശനായ ഭഗവാനോട് ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ കുഞ്ഞിന് ജീവൻ നൽകിയാലും ഈ കുഞ്ഞ് ജീവിച്ചില്ല എങ്കിൽ ഞാൻ എൻ്റെ പ്രാണൻ ഉപേക്ഷിക്കും. ഇവൻ മരിച്ചാൽ എൻ്റെ സകല ആഗ്രഹങ്ങളും നിഷ്ഫലമാകും. ഉത്തര തളർന്നു. അവൾ നിലത്ത് വീണു. അന്തരപ്പുര സ്ത്രീകളെല്ലാം മുറിവിളി കൂട്ടി. അവർ ഉത്തരയ്ക്ക് ശീതോപചാരം നടത്തി. അവൾ കണ്ണു തുറന്നു. എഴുന്നേറ്റ് കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചു. കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അവൾ വിലപിക്കുവാൻ തുടങ്ങി. ഉണ്ണി, കണ്ണു തുറക്കൂ. എന്നെ ഒന്ന് നോക്കൂ. എൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മയെ ഒന്ന് നോക്കൂ. വിഷാദയായ മുത്തശ്ശിയെ നോക്കൂ. ഭീമനായ വിശ്വേശ്വരനെ നോക്കൂ. നിന്റെ അച്ഛൻ്റെ കണ്ണുകൾ പോലെ മനോഹരങ്ങളായ കണ്ണുകളോടുകൂടിയുള്ള പങ്കജാക്ഷന്റെ മുഖത്തേക്ക് നോക്കൂ.
ഉത്തരം ധൈര്യവതിയായി. കുഞ്ഞിനെ കട്ടിലിൽ കിടത്തി. അവൾ ലോകനാഥന്റെ മുന്നിൽ നമസ്കരിച്ചു. ആ പത്മപാദങ്ങൾ തൊട്ട് തലയിൽ വെച്ചു. കൃഷ്ണന്റെ ചിത്തമലിഞ്ഞു. ജലം കയ്യിലെടുത്ത് ശുദ്ധീകരിത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, അവൻ്റെ ജീവൻ ഞാനിതാ നൽകുന്നു. എല്ലാ ജീവികളിലും കാണുകയെ ഇവനെ ഞാനിപ്പോൾ ജീവിക്കും. എന്നിൽ സത്യവും ധർമ്മവും നിലനിൽക്കുന്നുണ്ടായെങ്കിൽ മൃത്യനായ ഈ ശിശു അഭിമന്യു സൂതൻ ജീവിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചാപിള്ളയായ ശിശു ശ്വാസോച്ഛ്വാസം മുടങ്ങുവാൻ തുടങ്ങി. കൈകാലുകൾ മെല്ലെ മെല്ലെ ചലിപ്പിച്ചു. ശരീരമിളക്കി. കൈകാലുകൾ കുടഞ്ഞ് ഇങ്ങേ എന്ന് കരഞ്ഞു. ഇത് കണ്ടു നിന്ന രാജകന്യകകളുടെ മുഖകമലങ്ങൾ വികസിച്ചു. കുന്തിയും സുഭദ്രയും പാഞ്ചാലിയും ആനന്ദബാഷ്പങ്ങൾ പൊഴിച്ചു. ഉത്തര പൊന്നുമകനെ എടുത്ത് മാറോടണച്ച് കവിളിലും നെറ്റിയിലും തെരുതെരയെ ചുംബിച്ചു. എല്ലാവരും കൃഷ്ണനെ നമസ്കരിച്ചു. അദ്ദേഹത്തെ പുകഴ്ത്തി വാഴ്ത്തി സ്തുതിച്ചു പറഞ്ഞു. കുലം ക്ഷയിച്ച കാലത്ത് ജാതനായ ഈ അഭിമന്യു പുത്രന് അവൻ പരീക്ഷണ വിധേയനാകയാൽ പരീക്ഷിത്ത് എന്ന പേര് നൽകുന്നതിനായി കൃഷ്ണൻ പ്രസ്താവിച്ചു. അങ്ങനെ പരീക്ഷിത്ത് ജനിച്ചു. കൃഷ്ണൻ സൂതീഗ്രഹത്തിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ പാണ്ഡവന്മാരും പരിവാരങ്ങളും നിധികുംഭങ്ങളുമായി പട്ടണത്തിന്റെ പരിസരത്തിൽ എത്തിയതായി വാർത്ത ലഭിച്ചു. ഉടൻ തന്നെ കൃഷ്ണൻ ധാരാളം പരിജനങ്ങളോടും കൂടി രാജകീയ ആഡംബരങ്ങളോടും വാദ്യാഘോഷങ്ങളോടും കൂടി പാണ്ഡവന്മാരെ സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുവരുവാൻ പട്ടണാതിർത്തിയിലേക്ക് പുറപ്പെട്ടു. അസംഖ്യം കഴുതുകളുടെയും കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും പുറത്തു കയറ്റി അനേകം നിധികുംഭങ്ങളുമായിട്ടാണ് പാണ്ഡവർ എത്തിച്ചേർന്നത്. അതിനു പുറമെ അനവധി ഭടന്മാരും നിധികുംഭങ്ങൾ തലയിലേറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഭഗവാൻ അവരെ സ്വീകരിക്കാനെത്തിയെന്നറിഞ്ഞപ്പോൾ അവർ വളരെയധികം ആമോദിച്ചു. എല്ലാവരും അരമനയിൽ പ്രവേശിച്ചു കഴിഞ്ഞ ശേഷമാണ് ഉത്തര പ്രസവിച്ച വിവരവും അന്തഃപുരത്തിൽ നടന്ന കോലാഹലങ്ങളും മറ്റും യുധിഷ്ഠിരാദികൾ അറിയുന്നത്. ഇതറിഞ്ഞപ്പോൾ ഭക്തി വിവശനായ യുധിഷ്ഠിരൻ ഭഗവാനെ നമസ്കരിച്ച് അദ്ദേഹത്തിന്റെ മഹത്വത്തെയും കാരുണ്യത്തെയും വാഴ്ത്തി സ്തുതിച്ചു. ഈ സമയത്ത് വ്യാസാചാര്യനും അവിടെ എത്തി. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ചൈത്രമാസത്തിലെ പൗർണമി ദിവസം അശ്വമേധ യാഗത്തിനുള്ള ദീക്ഷ വരിക്കുവാനും പൈലൻ, യാജ്ഞവല്യക്കൻ എന്നീ 2 മഹാന്മാരെ വെച്ച് ആ മഹർഷിമാരെ വെച്ച് ആചാര്യന്മാരാക്കുവാനും നിശ്ചയിച്ചു. യുധിഷ്ഠിരൻ ദീക്ഷയെടുക്കുന്ന കാലത്ത് ഭീമനും നകുലനും രാജഭരണത്തിന്റെ ചുമതലയും സഹദേവൻ അരമനയുടെയും ഭരണവും നടത്തണമെന്ന് തീരുമാനിച്ചു. ധാരാളം സൈന്യങ്ങളോടുകൂടി അശ്വമേധത്തിന്റെ മേധ്വാശത്തെ രാജ്യമെമ്പാടും ചരിപ്പിച്ച് വിയോജിപ്പിക്കുന്ന ചുമതലയായിരുന്നു വിജയന്. കൃഷ്ണൻ യാഗത്തിന്റെ രക്ഷാധികാരിത്വവും അധ്യക്ഷതയും പൂർണ്ണമായി ഏറ്റെടുത്തു. അതോടെ പാണ്ഡവന്മാരുടെ ഉത്സാഹവും ഉന്മേഷവും വർദ്ധിച്ചു. പുരോഹിതന്മാരെയും മൃത്യുക്കളെയും ഭരിച്ചു. യാഗത്തിനുള്ള സ്ഥാനം നിർണയിക്കപ്പെട്ടു. യുധിഷ്ഠിരൻ ദീഷ്ട ഭരിച്ചു. ലക്ഷണമൊത്ത മേധ്വാശത്തെ തിരഞ്ഞെടുത്തു. അർജുനൻ ധാരാളം സൈന്യങ്ങളോടും പരിജനങ്ങളോടും കൂടി ഒരു ശുഭമുഹൂർത്തത്തിൽ യാഗാശത്തെയും കൊണ്ട് പുറപ്പെട്ടു. യാഗാശം രാജ്യത്തിനുടനീളം സ്വതന്ത്രമായി സഞ്ചരിക്കണം. ഏതെങ്കിലും രാജ്യത്ത് അശ്വത്തെ തടയുകയോ ബന്ധിക്കുകയോ ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവരെ തോൽപ്പിച്ച് അശ്വത്തെ മോചിപ്പിക്കണം. ഇപ്രകാരമാണ് അശ്വമേധ യാഗത്തിന്റെ വിജയകരമായ നടത്തിപ്പ്. അർജുനൻ യാഗാശവുമായി ഓരോരുത്തർ രാജ്യത്തും സഞ്ചരിക്കുവാൻ തുടങ്ങി. ആ രാജ്യങ്ങളിലുണ്ടായിരുന്ന രാജാക്കന്മാരും പിതാക്കളും ബന്ധുക്കളുമൊക്കെ ഭാരതയുദ്ധത്തിൽ പാണ്ഡവന്മാരാൽ കൊല്ലപ്പെട്ടിരുന്നവരാണ്. തന്മൂലം ദുഃഖിച്ചു കഴിയുന്ന പല രാജകുടുംബങ്ങളും പാണ്ഡവന്മാരോട് ദ്വേഷവും പ്രതികാരയജ്ഞയും പുലർത്തുന്നവയായിരുന്നു. തങ്ങളുടെ നാട്ടിൽ കൂടി അർജുനൻ വിജയഭീരിയുമായി അശ്വത്തെ പായിച്ചുകൊണ്ടു പോകുന്നത് ഏവർക്കും സഹിക്കുവാൻ കഴിഞ്ഞില്ല. പലരും യുദ്ധത്തിനൊരുമ്പെട്ടു. നിവൃത്തിയുള്ളിടത്തോളം രാജാക്കന്മാരെയും സൈന്യങ്ങളെയും കൊല്ലാതെ തന്നെ അശ്വത്തെ രക്ഷിക്കണയാണ് വേണ്ടതെന്ന് യുധിഷ്ഠിരൻ അർജുനനോട് നിഷ്കർഷിച്ചിരുന്നു. തന്മൂലം പല രാജ്യങ്ങളിലെയും രാജാക്കന്മാരെ ഉപദേശങ്ങൾ കൊണ്ട് പിന്തിരിപ്പിക്കുവാൻ അർജുനന് കഴിഞ്ഞു. എന്നാൽ ചിലർ അതിന് വഴങ്ങിയില്ല. എന്നിരുന്നാലും സർവശസ്ത്ര പരാംഗതനായിട്ടുള്ള ഏറ്റവും സമർത്ഥനായിട്ടുള്ള വില്ലാളി വീരനായിട്ടുള്ള അർജുനന് ഇവരൊന്നും ഒരു ഇരയായിരുന്നില്ല. അത്തരുണത്തിൽ തൃഗർത്ത എന്ന് ഭരിച്ചിരുന്ന സൂര്യവർമ്മൻ എന്ന രാജാവ് പാണ്ഡവന്മാരുടെ എതിരാളികളിൽ പ്രധാനിയായിരുന്നു. സൂര്യവർമ്മന്റെ അച്ഛനെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സംശക്തന്മാരെയും മഹാഭാരത യുദ്ധത്തിൽ വെച്ച് അർജുനൻ കൊന്നൊടുക്കുകയാണ് ഉണ്ടായത്. അതായോർത്ത് സൂര്യവർമ്മൻ അർജുനനോട് വിദ്വേഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഈ ആഘോഷം തൃഗർത്തയിലെത്തിയത്. സൂര്യവർമ്മൻ ധാരാളം സൈന്യങ്ങളുമായി അശ്വത്തെ തടഞ്ഞു. അർജുനന് സൂര്യവർമ്മനുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. ആ യുദ്ധത്തിൽ അർജുനൻ അല്പം വീര്യം കാണിച്ചു. സൂര്യവർമ്മൻ ക്ഷണം വധിക്കപ്പെട്ടു. സൂര്യവർമ്മന് കേതുവർമ്മനെന്നും ധൃതുവർമ്മനെന്നും പേരായ 2 അനുജന്മാരുമുണ്ടായിരുന്നു. ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടപ്പോൾ അനുജന്മാർ അർജുനനോട് ഏറ്റുമുട്ടി. അധികം താമസിയാതെ കേതുവർമ്മൻ മരിച്ചു. ധൃതുവർമ്മൻ അചഞ്ചലനായി അർജുനനോട് പോരാടി. അനാഗതസ്ത്രമസ്രുവായ ധൃതുവർമാവിന്റെ പോരാട്ടം അർജുനൻ അത്ഭുതത്തോടെയാണ് വീക്ഷിച്ചത്. അവന്റെ ഹസ്തലാഘവും പൗരുഷം നിറഞ്ഞ മുഖത്ത ഭാവവും അഭിമന്യുവിന്റെ ഓർമ്മകളിൽ അർജുനനിൽ അങ്കുരിപ്പിച്ചു. അതിനാൽ കടുത്ത വാശിയൊന്നുമില്ലാതെ അശ്രദ്ധനായിട്ടാണ് അർജുനൻ പോരാടിയത്. ഈ അവസരം ധൃതവർമ്മൻ ശരിക്കും പ്രയോജനപ്പെടുത്തി.
അർജുനന്റെ നേരെ അവൻ തുരുതുരെ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. അർജുനന്റെ അശ്രദ്ധ കൊണ്ട് അതിലൊന്ന് അർജുനന്റെ ഇടത് കൈയിന്മേൽ കൊള്ളുകയും ഗാണ്ഡീവം കയ്യിൽ നിന്ന് തെറിച്ചു വീഴുകയും ചെയ്തു. ധൃതവർമ്മന്റെ ആയോധന പാടവത്തെ അർജുനൻ മനസ്സാ ശ്ലാഘിച്ചെങ്കിലും തന്റെ ഗാണ്ഡീവം താഴെ വീഴ്ത്തിയത് അർജുനന് താങ്ങുവാൻ വയ്യാത്ത ഒരു അപമാനമായി തോന്നി. പാർത്ഥൻ ഗാണ്ഡീവം കയ്യിലെടുത്ത് കാര്യമായി തന്നെ ധൃതവർമ്മനോട് പോരാടുവാൻ തുടങ്ങി. അവനെ നിശേഷം പരാജിതനുമാക്കി. എങ്കിലും അവനെ കൊന്നില്ല. അവൻ അഭയം നൽകിയിട്ട് അർജുനൻ കുതിരയുമായി തൃകൃത്തിയിൽ നിന്ന് മുന്നോട്ട് പോയി. തൃകൃത്തിയിൽ നിന്ന് പ്രാഗ്ജ്യോതിഷം എന്ന രാജ്യത്തിലേക്കാണ് പോയത്. ഭാരത യുദ്ധത്തിൽ മരിച്ച ഭഗദത്തന്റെ പുത്രനായ വജ്രദത്തനായിരുന്നു അപ്പോൾ രാജ്യം ഭരിച്ചിരുന്നത്. തന്റെ അച്ഛനെ കൊന്ന പാണ്ഡവന്മാരോട് ഈർഷ്യ പുലർത്തിയിരുന്ന വജ്രദത്തൻ ആവേശത്തോടുകൂടി അർജുനനോട് എതിരേറ്റു. ഭഗദത്തൻ ആനപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്തിരുന്ന ആളാണ്. മകനും വലിയൊരു ആനപ്പുറത്ത് കയറിയാണ് ഫൽഗുണനോട് യുദ്ധത്തിന് തയ്യാറായത്. എന്നാൽ വില്ലാളി വീരനായ സവ്യസാചിയുടെ മുന്നിൽ ഭഗദത്തിന് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അർജുനൻ ആനയെ കൊന്നു. വജ്രദത്തിന് കൊല്ലാതെ വിടുകയും ചെയ്തു. തോൽവി സമ്മതിച്ച് വജ്രദത്തിന് പിൻവാങ്ങേണ്ടി വന്നു. അടുത്തത് സിന്ധു രാജ്യമായിരുന്നു. തുടരും.